എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. അതായത് നിങ്ങളെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നോ ഓപ്ഷനാണ്. അതായത് നോ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ മക്കളെ, പ്രാർത്ഥന മുടങ്ങിപ്പോണത് വരെ നോ ഓപ്ഷൻ്റെ അണ്ടറിൽ വരുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഒരു കുർബാന മുടങ്ങിപ്പോണ്, അതുപോലും ഇതിൻ്റെ ബാക്കിൽ വരുന്ന വിഷയങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, കർത്താവേ ഉടമ്പടി സമർപ്പിച്ച് ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അതിനെ കൊണ്ടൊക്കെ ഏറ്റുപറയുകയും ഹൃദയത്തിലൊക്കെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ച് ഉണ്ടായിരിക്കും. അപ്പോഴേ ഉടമ്പടിയുടെ ഒന്നാമത്തെ നിബന്ധന എന്താ? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ചില സമയത്ത് ഈ നിയോഗം കാരണം നിബന്ധനകൾ ഡാമേജ് ആകും. ഉടമ്പടി ചെയ്ത എല്ലാ സഹോദരനും മനസ്സിലാക്കണം, നിയോഗം കാരണം നിബന്ധന കളങ്കമാവും. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം നിൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അവനുണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ആൾ ചുറ്റിക്കളിക്കാരനാണെന്ന് വിചാരിച്ചോ? ചുറ്റിക്കളി എന്ന് പറഞ്ഞാൽ എന്നാ? വാട്സപ്പ് എടുത്തിട്ട് വേറെ പെണ്ണുങ്ങളായിട്ട് ലൈൻ അടിക്കാനാണ് ചുറ്റിക്കളി എന്ന് പറയുന്നത്. അച്ഛൻ നേരെ സംസാരിക്കുകയാണ്. എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല നമ്മളിങ്ങനെ മുടി വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കറിയാം ഇവൻ തരികിടയാണ്, ഇവന് വേറെ ചില കേസ് കെട്ടൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ അമ്മ മിണ്ടത്തില്ല. അമ്മ എന്താ മിണ്ടാത്തത്? അതെങ്ങാനും ഇപ്പം പണ്ട് ലഘുവും ചോദിച്ചില്ലേ കർത്താവിനോട്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്? അതുപോലെയുള്ള ലഘുവിനെ പോലെ അമ്മയോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കുമോ? അമ്മയ്ക്ക് അതല്ല പ്രശ്നം. അതിന് 20,000 രൂപ വെച്ച് അമ്മയ്ക്ക് മന്ത്ലി കൊടുക്കും. ആ കൈ മിക്കവാറും പുറകോട്ട് വരിക്കാൻ സാധ്യതയുണ്ട്. ഇവന് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലേ അമ്മ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അടുത്തൂണില്ലേ, പഴയ ഭാഷയാണത്, അതായത് ഓഹരി, അമ്മയ്ക്ക് കൊടുക്കണ ജീവനാംശം പോലെ കൊടുക്കണ സർവൈവൽ സസ്റ്റനൻസ് ഇല്ലേ, കൊടുക്കണ ഓഹരി ഇല്ലേ, അതവൻ കൊടുക്കത്തില്ല. അപ്പോൾ അവൻ കാശെങ്ങാനും തരാതിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്നാ വേണം കാണിക്കട്ടെ, നമ്മളങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഈ വിഷയത്തെ ആരാ പറയേണ്ടത്? അമ്മയാണ് ഒന്നാമത്തെ ആൾ പറയേണ്ടത്, അല്ലേ? അമ്മ പറയാത്ത എന്താ കാര്യം? അമ്മ എങ്ങാനും പറഞ്ഞാൽ മാസം 20,000 രൂപ ചിലപ്പോഴേ 10 പോവും. അപ്പം 10 രൂപ കുറയണത് കാരണം അമ്മ അവൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് എതിരെ നിൽക്കും. അതെന്താ? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞ സഭയ്ക്ക് ഇപ്പം ആരായി? 10 രൂപയായി. അതാണ് വിഷയം വരണത്. ചില സമയത്ത് നിബന്ധനകൾ നമ്മുടെ നിയോഗത്തെ ഡാമേജ് ആക്കും. മക്കളെ, എന്താ പ്രശ്നം വെച്ചാൽ കർത്താവിൻ്റെ വചനം നമ്മൾ ആദ്യം എന്നാ വായിച്ചത്? ദൈവവചനം സജീവവുമാണ്, അത് പാസീവല്ല, ആക്റ്റീവാണ്. ദൈവവചനം സജീവമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഡെഡ് വേർഡില്ല, മരവിച്ച വചനമില്ല, നിർവീര്യമായ വചനമില്ല, പവർ പോയ വചനമില്ല. വചനം എക്കാലവും ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ?
അതെത്ര മാറ്റിലാണ് കർത്താവ് ആദ്യം ആ വചനം പറഞ്ഞത്. ആ വചനം സൂര്യൻ അസ്തമിക്കുന്നിടത്തോളം കാലം, പ്രപഞ്ചം അസ്തമിക്കുന്നിടത്തോളം കാലം ആ വചനം അതേ ശക്തി തന്നെ നിൽക്കും. കാലം മാറിപ്പോകാം. ഇപ്പം ഫേസ്ബുക്ക് നോക്കിയപ്പോഴേ സ്വതന്ത്രമായ സെക്സ് അനുവദിക്കുന്ന ഒരേ ഒരു രാജ്യങ്ങളൊന്നാണ് സ്പെയിൻ എന്ന്. എനിക്ക് ഭയങ്കര സങ്കടം വന്നുപോയി അത് കേട്ടപ്പോൾ. അത് കത്തോലിക്ക രാജ്യമായിരുന്നു സ്പെയിൻ എന്ന് പറഞ്ഞത്. അപ്പോഴേ 10, 12, 14 വയസ്സുള്ള ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഫ്രീ സെക്സ്, ഒരു പുതപ്പും മൂടിയിട്ട നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു പുതപ്പും മൂടി മാത്രം തെരുവിൽ മൂടിയിട്ടാൽ മതി എന്നാണ് പറയണത്. നോക്കിയേ, കാലം മാറിയ പോക്ക് കണ്ടില്ലേ? കാലം മാറിയാലും ദൈവവചനത്തിൻ്റെ പവർ മാറുന്നില്ല. അതാരും വിചാരിക്കണ്ട. ശാസ്ത്രം വളർന്നു എന്നൊക്കെ പറയാം, സംസ്കാരം മാറിയെന്ന് പറയാം. പക്ഷേ 21:34 ഫെബ്രുവരി 4:12 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത്. ലുക്ക 21:34 അനുസരിച്ച് 36 ഫെബ്രുവരി 4:12 മാറ്റാത്ത വചനമാണ്. കാലം മാറിയാലും മാറാത്ത വചനമാണ്. എന്ത് മാറുന്നില്ലെന്നാ പറയണത്? ദൈവവചനം സജീവമാണെന്ന്. പിന്നെന്താ പറയണത്? ഊർജ്ജസ്വലം. ഇനി 5000 കൊല്ലം കഴിഞ്ഞാലും ദൈവവചനം ഊർജ്ജസ്വലമാണെന്ന്. അതെന്ത് ചെയ്യും? അത് സന്ധിബന്ധങ്ങളെയും മാംസപേശികളിലും അന്തരംഗങ്ങളിലും തുളച്ച് കയറും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് പറയണത്? മനുഷ്യൻ്റെ ഒന്ന് പറഞ്ഞേ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നിയോഗം വിവേചിക്കും. അപ്പൊ ഈ അമ്മ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ മകന്റെ തിന്മയ്ക്ക് അമ്മ മൗന അനുവാദം കൊടുത്തിട്ടുണ്ട്, മിണ്ടിയിട്ടില്ലത് ഇല്ലേ? അമ്മക്ക് അവിടെ കർത്താവിനേക്കാൾ വലുത് മകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വലുത്. അതൊക്കെ എന്താ വരണത്? 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിയോഗങ്ങൾ വിവേചിക്കുന്നുണ്ട്, നിയോഗങ്ങളെ വിവേചിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിൻ്റെ പക്ഷം ചേരണമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നാൽ, നിങ്ങൾ അതിൽ നഷ്ടം വന്നാലും ദൈവത്തിൻ്റെ പക്ഷം ചേരുമ്പോഴാണ് നമ്മൾ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുന്നത്. അച്ഛൻ ആദ്യം പറഞ്ഞ മക്കളോട് ഓരോ ഘട്ടമുണ്ട്. ഈയമുരുക്കാൻ 360 ഡിഗ്രി, ചിലത് 302 ഡിഗ്രി. ഈ വചനങ്ങളുള്ള പ്രത്യേകത എന്താ? ലോകസ്ഥാപനം മുമ്പ് തുടങ്ങി ഇന്ന് വരെ മനുഷ്യന് ആവശ്യമായ എല്ലാ നിത്യത വരെയുള്ള സംഭവങ്ങൾ ദൈവം വാഗ്ദാനമായി നൽകിയിരിക്കുന്നതാണ് വചനം. ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ മധ്യത എന്താ ചെയ്യണത്? ഈ നമുക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങളുടെ ദാനം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിലാണ് ദാനം. മനസ്സിലായോ മക്കളെ? വാക്കിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നിൻ്റെ IELTS-ഉം നിൻ്റെ പ്രൊമോഷനും നിൻ്റെ PR-ഉം നിൻ്റെ എമിഗ്രേഷനും എല്ലാം നേരത്തെ വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം ചെയ്ത് പ്രാപിക്കാൻ വേണ്ടിയാണ് അമ്മയുടെ മധ്യസ്ഥം വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ വിശ്വാസം, ചില ഈ വാഗ്ദാനങ്ങളിരിക്കുന്ന ദാനത്തെ വിശ്വാസം കൊണ്ട് ചിലത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? പ്രത്യാശ വരും. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാശ റോമ 5:5 അനുസരിച്ചുകൊണ്ട് കഷ്ടത സഹനശീലവും, സഹനശീലം പ്രത്യാശയും. ഇപ്പം ടീനയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ സാക്ഷ്യം എന്നറിയാവോ? അതിലൊരു വിശ്വാസമുണ്ട്. അപ്പം വിശ്വാസത്തിൽ അവൾ ഉടമ്പടി ചെയ്തപ്പോൾ എന്നാ പറ്റി? അവരെന്നാ പറഞ്ഞത്? ഓസ്ട്രേലിയയിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അതിൽ ഇൻ്റർവ്യൂ ബോർഡിനെ
അത് വിസിബിളായിട്ട് വന്നാൽ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വിസ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ അവരുടെ വീഡിയോ എടുക്കാൻ അതിൻ്റെ അധികാരികളോട് പറഞ്ഞു. വീഡിയോ കേട്ട ബോർഡിന് അതങ്ങ് അക്സെപ്റ്റബിളായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു എല്ലാം കഴിഞ്ഞു. കേസ് സ്റ്റഡി പഠിക്കണം. ഉടമ്പടിയും ആധ്യാത്മിക ശാസ്ത്രവും കേസ് സ്റ്റഡി പഠിക്കണം. കേസ് അവർ എങ്ങനെയാണ്. അപ്പോൾ അടുത്ത പ്രശ്നം വന്നു. അടുത്ത പ്രശ്നം എന്താ? 4 ലക്ഷം രൂപ ഉടനെ അടക്കണം. 4 ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഡോളർ വേണം. ഡേറ്റ് ബാറുള്ളതാണ്. ഇത്രയും പെട്ടെന്നുള്ള ഡേറ്റിന് ഇത്രയും കാശ് കിട്ടാൻ മാർഗമില്ല. അവളുടെ സാമ്പത്തിക സ്ഥിതിയാണ് അത്ര. ഡേറ്റ് കുറവാണ്. ഡേറ്റ് അപ്പം നമ്മൾ വളരെ ചിന്തിച്ചിട്ടും ഓരോരുത്തരും കാശ് കിട്ടാനുള്ള ഒരു മാർഗവും ഇല്ല. കാര്യം ഓസ്ട്രേലിയൻ ഡോളറിൽ വേണം അത് കിട്ടാനുള്ള മാർഗമില്ല. അങ്ങനെ ഇരുന്ന് വീണ്ടും ഇവൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം നിയമം മാറിയത് കൊണ്ട് മാത്രം വിഷയം നടക്കണില്ല. അടുത്ത പരീക്ഷണം വന്നു. അടുത്ത പരീക്ഷണം എന്താണ്? ഓസ്ട്രേലിയൻ ഡോളർ വേണമെന്ന് അടുത്ത പരീക്ഷണം. അപ്പോൾ അടുത്ത പരീക്ഷണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ലെഡ് ഉരുകണം 365, വെള്ളി ഉരുകണത് 965. അത്രയും ചൂട് വേണം. പിന്നെ എന്ത്? നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ശരണപ്പെടും. അതിന് പ്രത്യാശ എന്ന് പറയുമ്പോൾ വിശ്വാസത്തൊക്കെ കൂടിയ സാധനമാണ് പ്രത്യാശ. അതിനകത്ത് ഉപവാസം ഉണ്ടാവും, ദൈവത്തോടുള്ള ശരണമുണ്ടാവും. കാര്യം ദൈവത്തിലേക്ക് നമ്മൾ പിരിയത്തില്ല. വാക്കുകൊണ്ട് പിരിയത്തില്ല, നിലപാട് കൊണ്ട് പിരിയത്തില്ല, നയം കൊണ്ട് പിരിയത്തില്ല. ഈ എല്ലാ നിബന്ധനകൾക്ക് വന്ന എന്താ? നിബന്ധനയും നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിബന്ധനയ്ക്ക് പറ്റുന്ന ദൈവിക നിലപാടാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അന്തരംഗം വിവേചിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് ഡിഡ് യു ചോദ്യമാണ്. എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലെന്ന്. ലൂക്കാവ് 9:55 എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ. അപ്പം അരൂപി ഇപ്പം എന്ത് നിബന്ധന എന്ത് നിയോഗം വെച്ചാലും നമ്മുടെ അരൂപി മോശമാണെങ്കിൽ വിവേചനം വരുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം അമ്മയുടെ അരൂപി കണ്ടില്ലേ? മകൻ എവിടെ പോയി പാപം ചെയ്താലും ആത്മാവ് നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടാനുള്ള കിട്ടിയാൽ മതി എന്നുള്ളൊരു നിലപാടില്ലേ? ഈ നിലപാട് നിയോഗത്തെയും നിബന്ധനകളെയും ഒക്കെ ഡാമേജ് ആക്കും. ഇതിന് അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അന്തരംഗങ്ങളെ വിവേചിക്കണമെന്ന് പറയണത്. അപ്പം എൻ്റെ മക്കൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരികമായും വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സജിനി സനിൽ. ഞാൻ കോട്ടയം ജില്ലയിലെ വെമ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2022 ജൂലൈ 23 ഉടമ്പടി എടുത്ത ആളാണ്. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് ഈ പരിശുദ്ധമായ ആൾത്താരയിൽ. ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന 3 പേര്. ഒന്നെൻ്റെ മോളാണ് ആദിത്യ സനിൽ, പിന്നെ എൻ്റെ സഹോദരനാണ് അജേഷ് എന്നാണ് പേര്, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ചേച്ചിയാണ് കുഞ്ഞുമോൾ എന്നാണ് പേര്. ആദ്യം എൻ്റെ മകളുടെ തന്നെ സാക്ഷി ഞാൻ പറയാം. ഈ വർഷമാണ് എൻ്റെ മകൾ SLC പരീക്ഷ എഴുതിയത്. ഞാൻ 2 കാര്യമാണ് അമ്മയോട് പറഞ്ഞിരുന്നത്. ഒന്ന്, നല്ല മാർക്കും, പിന്നെ നല്ല ഞാനൊരു സ്കൂൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടണം. അപ്പോൾ അമ്മ അത്ഭുതം പ്രവർത്തിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് നല്ല മാർക്കിന് 90% മാർക്ക് കൊടുത്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ സ്കൂളിൽ കിട്ടണമെങ്കിൽ അവൾക്ക് ഫുൾ A+ കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിൽ കിട്ടില്ലായിരുന്നു. അമ്മ അവിടെ ഞങ്ങളെ നന്നായി പരീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു അമ്മ ഇടപെടും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ഫുൾ A+ ഇല്ലാത്ത ഒരു കുട്ടിക്കും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. ഞങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടായിൽ അവിടെ കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് വെളി വന്നില്ല, വേറെ സ്കൂളിലാണ് ഇവർക്ക് കിട്ടിയത്. എനിക്ക് അവിടെ തന്നെ വേണമെന്ന് അമ്മയോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. പക്ഷേ അമ്മ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ മുന്നേ അയച്ച് ലാസ്റ്റ് ദിവസം തന്നെ ആ വ്യക്തി വഴി അച്ഛൻ, അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഞങ്ങളെ വിളിച്ച് ഇവർക്ക് അവിടെ സയൻസ് ഗ്രൂപ്പിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് അമ്മ ഞങ്ങളെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്
പുറകിൽ നിൽക്കുന്ന കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ കൂട്ടുകാരി ചേച്ചിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വരുന്നത് പോകുന്നതെല്ലാം. അപ്പോൾ ചേച്ചിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് മോൾക്ക് വേണ്ടിയിട്ട് മോൾ നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ ഫീസ് അടയ്ക്കാൻ ഒരു സാഹചര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഇന്ന് ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ആ ചേച്ചിക്ക് കൊച്ചിന് നേഴ്സിങ്ങിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഒരു 3 ദിവസം മുമ്പ് എന്നോട് വിളിച്ച് പറഞ്ഞു, സജിനി നന്നായി പ്രാർത്ഥിക്കണം, അല്ലേ കൊച്ചിന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം എൻ്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരുപാട് ബില്ലുകൾ, ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം ബില്ല് പുള്ളിക്കാരന് മാറി കിട്ടാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരെ ഗതികെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളും. അപ്പോൾ എനിക്ക് സഹായിക്കാം എന്നൊരു പറയാനൊരു വാക്ക് പോലും ചേച്ചിയോട് പറ്റുമായിരുന്നില്ല. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചേച്ചി വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം കൊച്ചിൻ്റെ ഭാവി പ്രശ്നമാണ്. അപ്പം ഞാൻ ചേച്ചി അന്ന് രാവിലെ പൈസ വേണ്ട, അന്ന് രാവിലെ ഞാൻ നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ മുട്ടിപ്പായിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ആ ചേച്ചിയെ ഒത്തിരി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇത്രയും എൻ്റെ ഭർത്താവിന് ബില്ല് മാറി കിട്ടാനുണ്ട് എങ്കിൽ പോലും ആ ചേച്ചിക്ക് കൊടുക്കാനുള്ള ആ തുക മാത്രം, എത്ര രൂപയാണോ വേണ്ടത്, ആ തുക മാത്രം എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് ഞാൻ കൊടുത്ത ചേച്ചി സഹായിച്ചാനല്ലോ അമ്മയെന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു 5:45 സമയമായിട്ടുണ്ടാവും. വീണ്ടും ഞാൻ വന്ന് ഞങ്ങളുടെ മുറിയിലെ ആ ഗ്രോട്ടോടെ മുന്നിൽ നിന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മ കൈവിടല്ലേ, ചേച്ചീനെ ഉപേക്ഷിക്കരുത്, ചേച്ചിക്ക് വേറെ ഒരു വഴിയുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു 6 മണി സമയമായപ്പോൾ എൻ്റെ ഭർത്താവ് ഫോണെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 15 ലക്ഷം രൂപയുടെ ബില്ല് മാറി അദ്ദേഹത്തിൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ ആ ചേച്ചി പള്ളിയിൽ പോയിട്ട് വന്ന സമയം ഞാൻ വിളിച്ചു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി പൈസ ആരെങ്കിലും തന്നോന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല മോനെ എനിക്ക് ആരും തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആരോടും ചോദിക്കേണ്ട, ചേച്ചിക്കുള്ള പൈസ മാതാവ് ഇടപെട്ട് തന്നിട്ടുണ്ട്, ചേച്ചിക്ക് ഇപ്പം തന്നെ ഞാൻ പൈസ അങ്ങോട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഇട്ട് തന്നോളാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് പൈസ ഇട്ട് കൊടുക്കാൻ സാധിച്ചു. അതിലുപരി അന്ന് മാറിക്കിട്ടാനുള്ള സർവ്വ ബില്ലുകളും എത്ര ലക്ഷം രൂപയാണോ മാറിക്കിട്ടാൻ മുറങ്ങിക്കിടന്നിരുന്ന ആ ബില്ലുകൾ മൊത്തം എൻ്റെ ഭർത്താവിന് അന്ന് 3 മണിക്കകം മാറിക്കിട്ടി. വലിയൊരു അനുഗ്രഹം അമ്മ തിരുക്കുമാരൻ തന്ന് ഞങ്ങളെ സഹായിച്ചു. പിന്നീട് ഇതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ലൈസൻസ് പുതുക്കി കിട്ടാൻ, അത് വലിയ കാര്യമൊന്നുമില്ല പുതുക്കി കിട്ടാനായിട്ട്, പക്ഷേ അവർ 100 കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ അത് പുതുക്കി കിട്ടണമെങ്കിൽ അവർ 100 ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അമ്മയോട് ഇടപെട്ട് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് മാത്രമേ അവരോട് ഇടപെട്ട് പറയാൻ പറ്റുള്ളൂ, അമ്മ ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അവരത് നിമിഷ നേരം കൊണ്ട് തന്നെ ആ ബില്ല് ആ പുതുക്കി തന്നെ ആ ചേട്ടയുടെ കയ്യിൽ ലൈസൻസ് പുതുക്കി മാറിക്കൊടുത്തു. പിന്നെ എൻ്റെ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരൻ അജേഷ് എന്നാണ് പേര്. ഒരു തികഞ്ഞ മദ്യപാനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുവാണ്. ഒരു അമ്മയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ്. പക്ഷേ മദ്യപിച്ചാലും ഒരു വഴക്കോ ബഹളമോ ഒന്നും ഇല്ലെങ്കിൽ പോലും മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ഇങ്ങനെ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ആകെ ബുദ്ധിമുട്ടായിരുന്നു. കൂടുതൽ പറയാനായിട്ട് എൻ്റെ സഹോദരൻ്റെ തന്നെ ഞാൻ കൊടുക്കാം. ആദ്യം തന്നെ എന്നെ ഇവിടെ മാതാവ് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് അജേഷ്, ഡ്രൈവറാണ്. ഞാനൊരു തികഞ്ഞ മദ്യപാനി തന്നെയായിരുന്നു. ഒരു 20 വർഷക്കാലത്തോളമായി ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. കുടുംബച്ചെലവുകൾ നടന്നു പോകും എങ്കിലും എൻ്റെ സ്ഥിരമായിട്ടുള്ള മദ്യപാനം ഒരു പ്രശ്നമായിരുന്നു. എന്നും രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ന് വേണ്ട എന്ന് തോന്നും. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ എങ്ങനെയോ എന്നെ അതിലോട്ട് തിരിച്ചു കൊണ്ടുപോയി എന്ന് വേണം പറയാം. അങ്ങനെ എൻ്റെ മദ്യപാനം സഹിക്ക വയ്യാതെ എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ സഹോദരിയും മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഞാൻ വരുന്നത് അവളെന്നും കാണുന്നതുമാണ്. അങ്ങനെ കുറേ കാലം ഞാൻ കൃപാസനത്തിൽ വരാം എന്ന് പറയും, പക്ഷെ വരില്ല. അങ്ങനെ മാതാവിൻ്റെ ജപമാല റാലിക്ക് വരാം എന്നുദ്ദേശിച്ചു. ഞാൻ അവളോട് പോകാം എന്ന് വാക്ക് പറഞ്ഞു. അന്നും ഇതുപോലെ പതിവ് പോലെ എനിക്ക് വരാൻ സാധിച്ചില്ല. അന്ന് ഞാൻ വരാത്തതിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ടായി. മാത്രമല്ല അന്ന് ഞാൻ പോകാതെ വീട്ടിലിരുന്ന സമയത്ത് എൻ്റെ മദ്യപാനത്തിൻ്റെ കാഠിന്യം മൂലം എനിക്കന്ന് ഉച്ചയായപ്പോൾ ഫിറ്റ്സ് ഉണ്ടായി ഞാൻ വീഴുകയും
എൻ്റെ തലയ്ക്ക് ഒരു 6 സ്റ്റിച്ച് ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഞാൻ മദ്യപിച്ചില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ എനിക്ക് വീണ്ടും ഈ അസുഖം പിന്നീടുണ്ടായി. അപ്പോൾ എൻ്റെ സഹോദരി തന്നെ മാതാവിൻ്റെ അടുത്ത് 24 ഡിസംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളോട് വന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് തൊട്ട് ഇന്നേ വരെ ഈ മദ്യപാനം എന്ന് പറഞ്ഞ കൊടും വിപത്ത് എന്നിൽ നിന്നും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇങ്ങനെ അനുഗ്രഹം ഉണ്ടായിട്ടില്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അത് ഉണ്ടായതാണ്. എൻ്റെ സഹോദരിയുടെ പ്രാർത്ഥനയും മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. മദ്യപാനം എന്ന കൊടും വിഷം എന്ന് പറഞ്ഞാൽ കൊടും വിഷം, ഈ വിപത്തിൽ നിന്ന് മാതാവ് എന്നെ കരകയറ്റി. ഇതോടൊപ്പം ഞാൻ മാതാവിനോട് 1000 കോടാനുകോടി നന്ദി പറയുന്നു. അതുമാത്രമല്ല, ഈ മാതാവിൻ്റെ ഈ തിരുസന്നിധിയിൽ നിന്നോട് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ മദ്യം എന്ന കൊടും വിഷം ഞാനില്ല, ഇനി കഴിക്കില്ല എന്ന് ഞാൻ ഇവിടെ മാതാവിന് മുന്നിൽ വെച്ച് ഞാൻ ശപഥം ചെയ്യുന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ജോലി സമയത്ത് എൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അന്യസംസ്ഥാനക്കാരായ 2 തൊഴിലാളികൾ എൻ്റെ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ വണ്ടിക്കുള്ളിൽ കയറ്റാൻ പറ്റാത്ത മദ്യത്തിന് സമാനമായ ഒരു സാധനം ഞാൻ അറിയാതെ വാഹനത്തിൽ ഉള്ളിൽ കയറ്റി വയ്ക്കുകയും അതറിഞ്ഞ് എക്സൈസ് അധികാരികൾ എന്നെ പിടികൂടുകയും എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. ഞാൻ അന്ന് മദ്യപിക്കുന്ന ആളുമല്ലായിരുന്നു. എങ്കിൽ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നെ എങ്ങനെയും ഇതിൽ നിന്ന് കരക്കയറ്റണമേ എന്ന് ഞാൻ മാതാവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സൈസ് അധികാരികളുടെ അടുക്കൽ ഞാൻ നിന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അവരുടെ മേലധികാരികൾ വന്നു കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്നെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്തു. മാതാവിനോട് കോടാനുകോടി 1000 നന്ദി ഇതിനോടൊപ്പം ഞാൻ പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയുണ്ട്. കൂടാതെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, അവിടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ പോകും. അവിടെ ചെന്ന് അവരോട് സംസാരിക്കും. പിന്നെ അവരുടെ മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി അവരുടെ ബാത്റൂം എല്ലാം കഴുകി കൊടുക്കും. അവർക്ക് ഒരു മാസത്തിലൊന്ന് അവർക്ക് ഭക്ഷണത്തിന് വേണ്ട ഒരു തുക ഉണ്ട്, ആ തുക ഞങ്ങൾ കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും. മെഡിക്കൽ കോളേജ് വഴി ഞങ്ങൾ പത്രങ്ങൾ കൊണ്ട് കൊടുക്കും. കാശ് രൂപവും കൂടെ കൊണ്ടുപോകും. ഉപ്പും തേനും കൊണ്ടുപോകും. ആവശ്യക്കാർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മോളുടെ കുഞ്ഞ് ഇവിടെ പ്രസവം കഴിഞ്ഞുള്ളൂ. മോളുടെ കുഞ്ഞ് ഇനി സ്കാനിങ് വേണമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇതിന് മാത്രമുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഇവരെന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഈ പത്രത്തിലുള്ള മാതാവിനെ കണ്ടോ? ഈ മാതാവിനെ ഒന്ന് കണ്ട് അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞില്ലേ, അമ്മച്ചി അത് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുക അമ്മച്ചി. അപ്പോൾ എനിക്ക് തോന്നി അമ്മച്ചി എന്തോ പൈസയ്ക്ക് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിരുന്ന ഒരു ചെറിയ തുക ഞാൻ അമ്മച്ചി കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ആകില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അമ്മച്ചി ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഒന്ന് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഈ വരുന്ന വഴിക്ക് ഏതെങ്കിലും റോഡ് സൈഡിൽ കിടന്ന് ഒരു 50 രൂപയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് മോളെ ഞാൻ വന്നത്. എനിക്കിതൊരു വലിയ തുകയാണ്, അതുകൊണ്ട് ഇത് തരാൻ മോൾക്ക് മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിച്ചത് അല്ലെ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അതൊരു നല്ലൊരു അനുഗ്രഹമാണ്. ഇത്രയും നന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. Name is Ludwin. I come from Sharjah. First I thank Mother Mary, Kripasna Mother Mary and Jesus for bringing me here to give the second testimony. I took my covenant first in June 2022 and I gave my first testimony a year ago. Actually, we are a normal family, me and my husband. My husband was working in a company as an IT manager and I work for a bank. After COVID in December 2021, my husband decided to start a company just to support our financial condition and so that after retirement he can continue. He partnered with his friend who agreed to do a 50-50 fund partnership.
And since my husband was an employee, he had to register the company in my brother's name, who did not have a job at that point of time. And things were going okay. But in 2023 onwards, this partner refused to give what the funds that he collected. He started giving excuses and expenses, and he refused to give us funds. And it so happened that in August 2023, one of the payment companies who gave us check of about 350,000 dirhams, the check bounced, and when we went to do the collection, when my brother went to collect, the company was closed. So there the financial problem started for the company. And we had to meet the salaries of the employees, as well as the payments for the suppliers. So there was no other option. So my brother had to take a loan of 500,000 dirhams at that point of time. He had confidence that the business will come up and the partner will eventually pay. But that did not happen. He took a loan in October 2023, and we were able to pay only one installment or something. So after that, we could not pay the bank. So the bank, after 6 to 8 months, they filed a case against my brother, and it became a travel ban. And so there the problem started. We had no other option but to sell our land in India and bring the money to settle. My brother was just a person who was managing, but it was we who were actually asking him to do on our behalf. So it was our responsibility to take him out of that case and all the financial problems. So we had to sell the land. We had 3 pieces of land, and my one piece is from my cousin, who wanted to sell the land in 2021, and there were no buyers. So we took it at that point of time because we had some money. We took it, but now when we wanted to sell the land in 2024, beginning of 2024, when this financial problem started, there were no buyers. We were desperate to sell that land, but no buyers. But I had taken covenant. I was praying during the morning, Kripastam prayer, everything. Then in August 2024, I came here to renew my second time my covenant, and that time I had added this as a prayer request. And from then on, we started getting called from buyers, but nothing was getting finalized. It was coming and going. So that was a sign that something is coming. But till December, nothing was getting finalized. I sent the blessed salt and oil with my mother, and my mother went and put the salt and the oil in the land, and she prayed. And she also told me, put a date and pray. So I said, I was thinking about it, but I never did it. Then I did 31st January 2025 was a date I put. I want this land to be sold, and I want my brother's debt to be taken off. So Mother Mary's intervention, middle of January, around 15th, 2 pieces of land, there was a buyer, and he wanted to finish it as early as possible, and we got it at a price that we wanted. And he said, we want to do the deal before 31st. And I also had some problem to travel, so we negotiated with him, and we did the land sale for 2 of the properties on 18th of February. And the third piece of land, when we went to sell the land on 18th February, the same buyer, he said, I would like to take the other one also. And by Mother Mary's blessings and Jesus' intervention, the land got sold on 11th of April, and
Once the funds came, then there was another anxiety that how will I bring the funds? So the bank helped us. Plus, we got one of my childhood friends, relative, who helped us to bring such a large amount of money of about 400,000 plus to settle in UAE. So that it was all done, this transfer of money, everything was done within 2-3 days, and we could settle the debt, and his travel ban and the case was released on 23rd of April. So it was such a miraculous thing that within 4 months things got settled. Nothing other than Mother Mary's and Jesus' intervention, this would have happened. As charitable work, I actually did my first covenant for my son who had some learning disabilities, and my first testimony was when he started passing his subjects, because the first trimester he failed in all the subjects. And that is when I got a shock, and I came here and took the covenant. Then he slowly, out of the 4 subjects, he passed 2, and then he rewrote. And last week, he completed his graduation in Business Information System with the last project result that came. Within 4 years, he passed. It is really a miracle, because he had learning disabilities, and Mother Mary showed us that this is a sign, that was the need for us, that was like an inspiration to bring us here. Otherwise, we wouldn't have come. He is the reason that brought me into the covenant, and that covenant helped me now to resolve my brother's problem also. As charitable work, I support an orphanage with school children in Nagarkovil, which is my native place, and one old age home. Every month I support them with regularly. I send the money for them, because I am not here in India, but in Sharjah, in the church we have a group of chain rosary group. There are a lot of people who have financial issues after the COVID. Either they lost the breadwinner who were supporting them, or they are into like terminal illness and things like that, and they need money for survival, food for survival. So such people, when they come for help, I help generously, though we had whatever problems, that I continue to do. And there are maids in our area who like overstay, and they don't have work. They all have temporary work. So for them, I buy groceries and give. So these are some of the work. And personally, I have grown in prayer, because now I can read Bible for longer. When I go to work, I have about 1 hour in the bus. I used to sleep before during that 1 hour, because it's early morning time, 6:30. But now I listen to Father's daily bread and the testimonies, and I say the rosary, and I also read the online Bible. So this 1 hour is spent usefully, and it has also helped me to reach out to the testimonies and Kripasnam for any problems that come in my life. That is my reach out, always the first reach out. I thank Mother Mary, Kripasnam, Mother Amma, and Jesus for granting me all the graces and blessings in my life and my family.